ധർമ്മസ്ഥലയിൽ കൂട്ടക്കൊലപാതകം നടന്നുവെന്ന വെളിപ്പെടുത്തലിൽ മണ്ണ് നീക്കിയുള്ള രണ്ടാം ഘട്ട പരിശോധന ആരംഭിച്ചു. നേത്രാവതി പുഴയിലെ സ്നാനഘട്ടത്തിന് സമീപമുള്ള 11ാം പോയിന്റ് കേന്ദ്രീകരിച്ചാണ് പരിശോധന. കേസിൽ നിർണായകമായി വെളിപ്പെടുത്തൽ നടത്തിയ ശുചീകരണ തൊഴിലാളിയെ സ്ഥലത്ത് എത്തിച്ചിട്ടുണ്ട്. KV ബൈജു ആണ് 11ാം പോയിന്റിന് സമീപം ഉള്ളത്. ബൈജു, ഈ ശുചീകരണ തൊഴിലാളി നൽകിയിട്ടുള്ള വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റായിട്ടാണല്ലോ 11ാം പോയിന്റിനെ കണക്കാക്കുന്നത്. അവിടെ ഒരേ പ്രദേശത്ത് തന്നെ കൂടുതൽ മൃതദേഹങ്ങൾ കുഴിച്ചുമൂടിയിട്ടുണ്ട് എന്ന സൂചനകളാണല്ലോ പുറത്തു വരുന്നത്. പരിശോധന ആരംഭിച്ചോ? എന്താണ് വിവരങ്ങൾ? അഭിലാഷേ, പരിശോധന അല്പസമയം മുമ്പാണ് ആരംഭിച്ചത്. കൃത്യം 11 മണിക്ക് സംഘം ശുചീകരണ തൊഴിലാളിയും കൊണ്ട് ഇവിടെ എത്തി. ആദ്യം സ്നാനഘട്ട ആ സ്ഥലത്താണ് എത്തിയത്. അവിടെ നിന്നും കൂടിയാലോചനകൾ നടന്നു. പിന്നീടാണ് 11ാം നമ്പർ, ആ 11ാമത്തെ മാർക്കിട്ട സ്ഥലം പരിശോധിക്കാൻ തീരുമാനിച്ചത്. അവിടെ കൂടുതൽ മൃതദേഹങ്ങൾ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ 1ഉം 2ഉം തുടങ്ങി കുറെ സ്ഥലങ്ങൾ ഈ വെള്ളം കയറി കുഴിയെടുക്കുമ്പോൾ തന്നെ വലിയ തോതിൽ വെള്ളം വരികയും അത് ഈ തെരച്ചിലിനെ വലിയ തടസ്സമുണ്ടാക്കുന്നു. അങ്ങനെയാണ് 11ാം നമ്പർ, എനിക്ക് പിന്നിൽ കാണുന്ന ഈ വനമേഖല, ഇവിടെയാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത്. ഇതിന് തൊട്ട് സമീപത്തുണ്ട്. അങ്ങോട്ടേക്ക് മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ല, പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ല. ഇതിന്റെ അകത്ത് വലിയ തോതിലുള്ള വനമേഖലയാണ്. ഇന്നലെ പുഴയോരത്താണ് പരിശോധന നടത്തിയെങ്കിൽ ഇന്ന് തികച്ചും പൂർണ്ണമായും വനമേഖലയിൽ കേന്ദ്രീകരിച്ചാണ് ഈ തെരച്ചിൽ. വനമേഖലയിലുള്ള മാർക്ക് ചെയ്ത സ്ഥലങ്ങളാണ്. ഈ വനത്തിനകത്ത് മാത്രം 9 ഇടത്താണ് ഇത്തരത്തിൽ മാർക്ക് ചെയ്തിട്ടുള്ളത്. അതായത് 8ാം നമ്പർ വരെ നമ്മൾ കഴിഞ്ഞ സമയം കഴിഞ്ഞ ബുള്ളറ്റിൽ അത് കാണിച്ചിരുന്നു. 8ാം നമ്പർ, ഇതിപ്പോൾ 11ആണ് ഇതിന്റെ അകത്ത് വരുന്നത്. 11ാം നമ്പർ വനത്തിനകത്ത്, പൂർണ്ണമായും വനത്തിനകത്തുള്ള പ്രദേശം. വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥരുണ്ട്, ഒപ്പം SITയുടെ ഉദ്യോഗസ്ഥരുണ്ട്, ഫോറൻസിക് വിദഗ്ധരുണ്ട്. അങ്ങനെ വലിയൊരു സംഘം ഇതിനകത്ത് കയറിയിട്ടുണ്ട്. ഏതായാലും JCB ഉപയോഗിച്ചുകൊണ്ടുള്ള അത്തരത്തിലുള്ള ഒരു തെരച്ചിൽ ഇന്ന് സാധ്യമല്ല. കാരണം ഇതിനകത്ത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം, വലിയ തോതിൽ കൂറ്റൻ മരങ്ങളുള്ള ഒരു പ്രദേശമാണ്. ഇവിടെ ഈ ദേശീയപാത നമുക്ക് ദൃശ്യങ്ങളിൽ നോക്കിയാൽ കാണാം. ഈ ദേശീയപാത വഴി ഉള്ള വാഹനങ്ങളിൽ ഇയാൾക്ക് മൃതദേഹം ഇവിടെ എത്തിച്ചു കൊടുക്കുകയും പിന്നീട് ഈ വനമേഖലകളിലേക്ക് കയറി ഇവിടെ ഈ രീതിയിൽ മൃതദേഹങ്ങൾ അടക്കം ചെയ്തു എന്നാണ് ഈ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയത്. ഇത് പ്രധാന പാതയാണ്, ദേശീയപാതയാണ്. ഇത് ബംഗളൂരുവിലേക്കും മറ്റും പോകുന്ന പ്രധാന പാതയാണ്. ഇതിന് തൊട്ട് ഇരുവശത്തും വന മേഖലയാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇത് തൊട്ട് എതിർവശം ഈ മൃതദേഹങ്ങൾ, ഒരുപാട് മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുണ്ടെന്ന് പറയുന്ന ആ സ്ഥലത്തിന് എതിർവശമുള്ള സ്ഥലമാണ്. ഇനിയിപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരെ നമുക്ക് കാണാം. കൃത്യമായി ഈ മേഖലകളിൽ ആളുകൾ ഇതിനകത്ത് കയറി തെളിവുകൾ നശിപ്പിക്കാതിരിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. അവർ ആയുധധാരികളായ പോലീസ് ഉദ്യോഗസ്ഥരാണ്. അവർ 24 മണിക്കൂറും ഈ പ്രദേശം കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ ഈ സ്ഥലം, ഈ മാർക്ക് ചെയ്ത സ്ഥലത്തിന് സമീപം നിലയുറപ്പിച്ചിട്ടുണ്ട്. SITയുടെ പ്രവർത്തനം വളരെ ശാസ്ത്രീയമായ രീതിയിലാണ്. ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയ സ്ഥലങ്ങൾ അത് ഏത് രീതിയിൽ പരിശോധിക്കണമോ ആ രീതിയിൽ തന്നെ, അതായത് ഇദ്ദേഹം വെളിപ്പെടുത്തുന്ന രീതിയിൽ തന്നെ അതേ പോയിന്റിൽ പരിശോധിക്കുന്ന ഒരു രീതിയാണ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥരെ കാണാം. ഈ പോലീസ് ഉദ്യോഗസ്ഥർ നിൽക്കുന്നതിന് തൊട്ടു പിറകിലായി വരും ഈ ഒരു സ്ഥലം, 11ാം നമ്പർ സ്ഥലം. അതുകൂടാതെ ഇന്ന് 3 സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ പരിശോധന നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ 11 കൂടാതെ ഇന്ന് 3 സ്ഥലങ്ങൾ പരിശോധിക്കുമെന്ന് അറിയുന്നു. അതെല്ലാം ഈ വനമേഖലകളാണ്. ദൃശ്യങ്ങൾ നമുക്ക് കാണിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, കാരണം ഇതിനകത്ത് പ്രവേശനമില്ല. അത് പൂർണ്ണമായും വനമേഖല ആയതുകൊണ്ട് തന്നെ അതിനകത്ത് കയറുന്നതിന് കർശന നിയന്ത്രണമുണ്ട്. എന്തായാലും ഈ ഒരു പരിശോധന, ഇന്നത്തെ പരിശോധന വളരെ നിർണായകമാണ്. കാരണം ഇന്നലെ ഈ നേത്രാവതി പുഴയോരത്തായതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ അവിടെ വലിയ പരിശോധന നടത്താൻ സാധിച്ചിട്ടില്ല. മാത്രമല്ല, നേരത്തെ കാണിച്ച ദേശീയപാതയുടെ നിർമ്മാണം ഈയിടെ ഒരു 5 വർഷം മുൻപാണ് നടന്നത്. അതുകൊണ്ട് തന്നെ വലിയ തോതിൽ മണ്ണുകൾ ഈ ഒരു ഭാഗത്തേക്ക് കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഇയാൾ ചൂണ്ടിക്കാട്ടിയ സ്ഥലത്തിന് മുകളിലേക്കാണ് ഇത്തരത്തിൽ മണ്ണുകൾ കൂട്ടിയിട്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ വലിയ പരിശോധന നടത്താൻ സാധിച്ചില്ല. പ്രത്യേകിച്ച് ഇത്തരത്തിൽ ഒരുപാട് വെള്ളം നേത്രാവതി പുഴ തന്നെ ഇപ്പോൾ കരകവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെ ആ പ്രദേശത്ത് തൽക്കാലം ഇപ്പോൾ പരിശോധന നടത്തേണ്ട, അതായത് ക്രമ നമ്പർ അനുസരിച്ച് പരിശോധന നടത്തേണ്ട, കൃത്യമായി പരിശോധന നടത്താൻ കഴിയുന്ന സ്ഥലം എവിടെയാണോ അവിടെ നടത്താം എന്നൊരു ധാരണയിലെത്തുന്നതും ഇപ്പോൾ 11ാം നമ്പർ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുന്നതും ഇന്ന് ഏതായാലും നിർണായകമായ വിവരങ്ങൾ ലഭിക്കുമെന്ന് തന്നെയാണ് നമുക്ക് കിട്ടുന്ന സൂചന. ആ രീതിയിലുള്ള പരിശോധനയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉച്ചയ്ക്ക് ശേഷമാണ് ഉദ്യോഗസ്ഥരെത്തിയതെങ്കിൽ ഇന്ന് 11 മണിയോടുകൂടി തന്നെ പൂർണ്ണ സജ്ജരായി SIT സംഘവും ഒപ്പം ശുചീകരണ തൊഴിലാളിയും കൊണ്ട് എത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇന്ന് ഫോറൻസിക് വിദഗ്ധർ ഉൾപ്പെടെ ഈ സംഘത്തിലുണ്ട്. എന്തായാലും ഇന്നത്തെ പരിശോധന അല്പസമയത്തിന് മുമ്പാണ് ആരംഭിച്ചിരിക്കുന്നത്. തൊട്ട് പിറകിൽ കാണുന്ന ആ വനമേഖലകൾ ആണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. അഭിലാഷ്. ഈ സൂചിപ്പിക്കുന്നത് പോലെ ധർമ്മസ്ഥലയിലെ പരിശോധന അല്പസമയം മുമ്പ് ആരംഭിച്ചു എന്നുള്ളതാണ്. അതിലേറ്റവും നിർണായകമായിട്ടുള്ള ഒന്ന് തന്നെയാണ് ഈ 11ാം പോയിന്റ് എന്നത്. നേരത്തെ ബൈജു, ഇതിപ്പോൾ ഈ
പുഴയുടെ തീരത്ത്, നേത്രാവതി പുഴയുടെ തീരത്ത് സ്നാനഘട്ടത്തിന് സമീപമൊക്കെയാണല്ലോ പല പോയിന്റുകളും ഉള്ളത്. അവിടെ മണ്ണ് കുഴിക്കുമ്പോഴടക്കം ജലത്തിൻ്റെ അതിപ്രസരം, ആ പ്രദേശത്തേക്ക് ജലം ഒഴുകി എത്തുന്നത് അല്ലെങ്കിൽ ഉറവ ഉണ്ടാകുന്നതൊക്കെ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. അത്തരം പ്രതിസന്ധികൾ ഉണ്ടായാൽ പോലും അവിടെ കൃത്യമായൊരു പരിശോധന നടക്കും എന്ന് തന്നെ വേണമോ നമുക്ക് പ്രതീക്ഷിക്കാൻ? അങ്ങനെയാണോ സംഘം, ഈ ദൗത്യ സംഘം പ്രധാനമായും JCB പോലെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടല്ലേ പരിശോധന നടത്തുന്നത്? വെള്ളം എത്തുന്നത് പ്രതിസന്ധി സൃഷ്ടിച്ചാലും അതിനെ തരണം ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും. തീർച്ചയായും അത് ഇന്നലെയാണ് അത്തരത്തിൽ 1-ാം നമ്പർ പോയിന്റ് ഇതിലാണ് ഈ പ്രശ്നമുണ്ടായിരുന്നത്. കാരണം അത് നേത്രാവതി പുഴയുടെ തൊട്ട് സമീപത്തായി കിടക്കുന്ന ഒരു പ്രദേശമാണ്. ഈ 1ഉം 2ഉം സമീപത്തായി വരുന്നത്. നമുക്ക് ഇന്നലെ ദൃശ്യം ദൂരത്ത് നിന്ന് കാണാമായിരുന്നു, കാടിനകത്താണെങ്കിലും ദൂരത്ത് നിന്ന് നമുക്ക് കാണാമായിരുന്നു. പക്ഷേ അവിടുത്തെ വെല്ലുവിളി ഉണ്ടായത് ഇത്തരത്തിൽ ഒരു 2 അടി കുഴിക്കുമ്പോഴേക്കും വലിയ തോതിൽ വെള്ളം ഉയർന്നു വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വിശദമായ ഒരു പരിശോധന ഇന്നലെ സാധിച്ചില്ല. അതുകൊണ്ടാണ് ഇന്ന് കൃത്യമായി ശാസ്ത്രീയമായ രീതിയിൽ ഇന്ന് ഏത് സ്ഥലം കൃത്യമായി പരിശോധിക്കാൻ പറ്റുമോ അങ്ങനെ ഒരു സ്ഥലം തെരഞ്ഞെടുത്തത്. അതായത് ഇതിന് തൊട്ട് പിറകിൽ ഈ വനത്തിനകത്ത് നമുക്ക് പ്രവേശനമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിന് തൊട്ട് പിറകിലായി ഈ 11-ാം നമ്പർ വരുന്നുണ്ട്. ആ 11-ാം നമ്പർ സ്ഥലത്താണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. നേത്രാവതി പുഴയുടെ തീരത്താണ് ഈ സ്ഥലങ്ങളൊക്കെ ഉള്ളതെങ്കിലും വളരെ ഉയരം കൂടിയ ഒരു സ്ഥലമാണ് ഈ വനമേഖല. അതുപോലെ ഒരുപാട് മരങ്ങളുണ്ട്. അതുകൊണ്ട് ഇന്നലെ ചെറിയ JCB ആയിരുന്നു ഇവിടെ ഉപയോഗിച്ചിരുന്നത്. പക്ഷെ അത്തരം JCB പോലും ഇന്ന് സാധ്യമല്ല ഇവിടെ ഇത്തരത്തിൽ തെരച്ചിൽ നടത്താൻ. അതുകൊണ്ട് തന്നെ തൊഴിലാളികളെ ഉപയോഗിച്ച് അവരുടെ സാധാരണ ആയുധങ്ങളൊക്കെ ഉപയോഗിച്ച് ഒരു കുഴിയെടുക്കുന്ന രീതിയിലുള്ള പരിശോധന. വലിയ ആഴത്തിലൊന്നും കുഴിച്ചിട്ടില്ല എന്നാണ് ഈ ശുചീകരണ തൊഴിലാളി തന്നെ മൊഴി നൽകിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വളരെ വേഗം ഈ ഒരു സ്ഥലത്ത് കണ്ടെത്താൻ സാധിക്കും. അത് മാത്രമല്ല മറ്റ് നിർമ്മാണങ്ങളൊന്നും കഴിഞ്ഞ 15 വർഷത്തിനിടയിലൊന്നും ഈ വനത്തിനകത്ത് നടന്നിട്ടില്ല എന്നതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കും. അത് നേരത്തെ ഒരു തെളിവിനായി ഇയാൾ ഇത്തരത്തിലൊരു തലയോട്ടിയെടുത്തതും ഈ ഭാഗത്ത് നിന്നാണ്. പക്ഷെ ഇന്നലെ നടത്തിയ പരിശോധന അത് റോഡിന് തൊട്ട് സമീപത്ത് സ്നാനഘട്ടിക്ക് നോക്കിയാൽ കാണുന്ന ദൂരത്തായിരുന്നു. അവിടെ വനമേഖലയായിരുന്നില്ല, പക്ഷേ ഒരു റവന്യൂ ഭൂമിയാണ്. പക്ഷെ അവിടെ വലിയ തോതിൽ കാടുകൾ ഉണ്ടായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇന്നത്തെ പരിശോധന കൃത്യമായി ഈ ഒരു വനമേഖല കേന്ദ്രീകരിച്ചാണ്. ഈ വനമേഖലയിൽ നിന്ന് ഒഴിച്ചുമൂടപ്പെട്ട ഇത്തരം സത്യങ്ങൾ പുറത്തു വരുമെന്ന് തന്നെയാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇന്നത്തെ പരിശോധന വളരെ നിർണായകമാണ്. അത്തരത്തിലുള്ള ഒരു പരിശോധനയുമായാണ് SIT സംഘം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. യെസ്, അതാണ്. അതായത് വളരെ കൃത്യമായ പരിശോധന ഇപ്പോൾ ഈ പ്രദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. നേരത്തെ News 18 ആണ് ഈ വാർത്ത ആദ്യം പുറം ലോകത്തേക്ക് എത്തിച്ചത്. ഇപ്പോൾ അതായത് ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയിട്ടുള്ള സ്പോട്ടുകളിൽ നിന്ന് അടക്കം നേരത്തെ നമ്മൾ വാർത്ത തുടർച്ചയായി റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. അതേസമയം ഇപ്പോൾ SIT സംഘം ആണ് അവിടെ ഉള്ളത്. അവരുടെ നിയന്ത്രണത്തിലാണ് ആ പ്രദേശങ്ങളിൽ പലതും. അവിടേക്ക് മാധ്യമങ്ങൾക്ക് അടക്കം പ്രവേശിക്കുന്നതിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ അവരുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശമാണ്. ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയിട്ടുള്ള ഇടങ്ങൾ ആണ് ഇത്തരത്തിൽ പരിശോധിക്കുകയും ചെയ്യുന്നത്. എന്തായാലും SIT അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തിയുണ്ട് എന്നാണ് കൊല്ലപ്പെട്ട സൗജന്യയുടെ അമ്മ News 18നോട് പ്രതികരിച്ചത്. കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് നീതി ലഭിക്കണമെന്നും സൗജന്യയുടെ അമ്മ പ്രതികരിച്ചു. അനീതിക്കെതിരെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒന്നിച്ചു നിന്ന് പോരാടണമെന്നും എന്നാൽ മാത്രമേ നീതി നടപ്പിലാകൂ എന്നുമായാണ് ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ മഹേഷ് ഷെട്ടി തിമിരോടി പറഞ്ഞത്. SIT ತನಿಖೆಗೆ ಕಳಿಸಿದಂತ ನನಗೆ ಸಂತೋಷ ಆಗಿದೆ. ಅದರ ಜೊತೆಗೆ ನನ್ನ ಮಗಳಿಗೂ ಕೂಡ ತನಿಖೆ ಆಗಬೇಕು, ನನಗೆ ನ್ಯಾಯ ಸಿಗಬೇಕು. ಇಲ್ಲಿ ಆದಂಥ ಎಷ್ಟು ವರ್ಷದಿಂದ ಆದಂಥ ಮಕ್ಕಳ ಅತ್ಯಾಚಾರ ಮಾಡಿ ಕೊಲೆ ಮಾಡಿದಂಥ ಮಕ್ಕಳಿಗೆ ಕೂಡ ಇದರಲ್ಲಿ ನ್ಯಾಯ ಸಿಗಬೇಕು. ಅದರ ಜೊತೆಗೆ ನನ್ನ ಮಗಳಿಗೆ ಕೂಡ ನ್ಯಾಯ ಸಿಗಬೇಕು. ಇದು ತನಿಖೆ ಮಗಳದು ಕೂಡ ತನಿಖೆ ಆಗಬೇಕಂತ ನಾನು ಇವತ್ತು ಕೇಳ್ತಾ ಇದ್ದೀನಿ. ಧರ್ಮಸ್ಥಳ ರಿಪಬ್ಲಿಕ್, ಧರ್ಮಸ್ಥಳ ಏನಾ ಭಾರತದ ಒಳಗೆ ಇಲ್ಲ, ಅದು ಭಾರತ ದೇಶದ ಒಳಗೆ ಇಲ್ಲ, ಅದು ಬೇರೆ ದೇಶ. ಅದಕ್ಕೆ ಕಾನೂನೇ ಬೇರೆ, ಅದಕ್ಕೆ ಪೊಲೀಸ್ ಇಲಾಖೆಯೇ ಬೇರೆ, ಅದಕ್ಕೆ ರಾಜಕೀಯ ವ್ಯವಸ್ಥೆ ಬೇರೆ. ನಾವು ಹೇಳೋದು ಅಲ್ಲೆಲ್ಲ ವಿಧಾನಸೌಧ ಮಾಡಬೇಕು, ಧರ್ಮಸ್ಥಳದಲ್ಲಿ ವಿಧಾನಸೌಧ ಮಾಡಬೇಕು. ಯಾಕಂತ ಹೇಳಿದ್ರೆ ಎಲ್ಲ ಈ ಅತ್ಯಾಚಾರಿಗಳ ಚೇಲಗಳು. ധർമ്മസ്ഥല ഒരു സ്വയം നിയന്ത്രണ ഭൂമിയായി പ്രവർത്തിച്ചിരുന്നു. അവിടെ സ്വയം ഭരണാധികാരമുള്ള ഒരു സ്ഥിതിവിശേഷം ആണുള്ളത്. അതിന് എതിരെ എല്ലാവരും രംഗത്ത് വരണമെന്ന് ആണ് ഇപ്പോൾ ഈ ആക്ഷൻ കമ്മിറ്റി പറയുന്നത്. എന്തായാലും ഇപ്പോൾ കോടതിയുടെ ഇടപെടലുണ്ടാകുന്നു. പ്രത്യേക അന്വേഷണ സംഘം അവിടേക്ക് എത്തുന്നു. അതുകൊണ്ട് തന്നെ കാലങ്ങളായി കുഴിച്ചു മൂടപ്പെട്ട ആ രഹസ്യങ്ങളൊക്കെ പുറത്തു വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടേണ്ടത്. മറ്റു വാർത്തകളിലേക്ക് ഇടവേളയ്ക്ക് ശേഷം.